നമ്മളെല്ലാം വെറുതെ കളയുന്ന ഈ തെർമോക്കോൾ വെച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ഐഡിയകൾ. തെർമോക്കോൾ നമ്മൾ റീയൂസ് ചെയ്യാറുണ്ട്, പല രീതികളിലും ഉപയോഗിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കുറച്ച് ഐഡിയകൾ പറഞ്ഞു തരാം കേട്ടോ. മിക്ക ആളുകളും ഇതെല്ലാം വെറുതെ കളയാറാണ് പതിവ്, കത്തിച്ച് കളയും. അങ്ങനെ ഒന്നും ഇനി ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ നോക്കുന്നത് ഒരു പോട്ടിങ് സെറ്റിംഗ് ആണ്. അപ്പോൾ അതിന് തെർമോക്കോൾ, പിന്നെ ഞാൻ കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. മുറ്റടിച്ചോരിയിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ചപ്പും ചവറും, പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ്, പിന്നെ ചകിരി, പിന്നെ മാവിൻ്റെ ഇല, കരിയില കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യണത് നോക്കാം. അപ്പോൾ ഇനി വെറുതെ കളയുന്ന തെർമോക്കോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തെർമോക്കോൾ പീസാക്കിയിട്ടുണ്ട്. നമുക്കിനി അത് ചട്ടിയിലേക്ക് ഇടാം. ഈ ചട്ടി ഞാൻ മണിബൻ ഗാർഡനിൽ നിന്ന് മേടിച്ചതാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു നഴ്സറിയാണ്. അപ്പോൾ ഇത് 18 രൂപക്കാണ് ഒരു ചട്ടി കേട്ടോ. 18 രൂപ ഒരു ചട്ടിക്ക്. നല്ല ഹോളുള്ള നല്ല ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം ഈ തെർമോക്കോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ പീസാക്കിയ തെർമോക്കോൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ എല്ലാ ചട്ടിയിലും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ തെർമോക്കോൾ. പിന്നെ ഞാൻ അതിലേക്ക് ചകിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ലെയർ മണ്ണിടണം. ചെറിയ രീതിയിൽ മണ്ണിട്ട് കൊടുക്കാം. ഇതൊരു കമ്പോസ്റ്റ് രീതിയിലാണ് കേട്ടോ ഈ ചെടിച്ചട്ടി ഞാൻ സെറ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് പച്ചക്കറിയുടെ വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സിൻ്റെയും വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ചക്രമത്തയുടെ തൊലി, ചക്രമത്ത മീൻസ് കുമ്പട്ടിക്ക, വത്തക്ക എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ അതും ഉള്ളിത്തോലുമാണ് ഇന്നത്തെ വേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടി മണ്ണിട്ട് കൊടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ച അടിച്ചു വാരി കിട്ടിയ വേസ്റ്റ് ഉണ്ടല്ലോ, അത് കടലാസും എന്ത് ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് അല്ലാത്ത വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ കരിയില ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ ദിവസവും ഓരോ ചട്ടികളാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഓരോ ദിവസത്തെ ചവറ് കൂട്ടി വെച്ചിട്ട് ഇതുപോലെ പച്ചക്കറി വേസ്റ്റും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെടിച്ചട്ടിയിൽ നടാൻ വേണ്ടിയിട്ടുള്ളത് ഈ കാക്കപ്പൂവാണ് കേട്ടോ. അപ്പോൾ അത് നിറച്ചും വിത്ത് വീണ് മുളച്ചിട്ടുണ്ട്. എല്ലാ ചട്ടികളിലും വീടിൻ്റെ പരിസരത്തൊക്കെ കാക്കപ്പൂവിൻ്റെ തൈകളാണ് നിൽക്കുന്നത്. അപ്പോൾ പല കളറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കാക്കപ്പൂവിൻ്റെ ഒക്കെ സീസൺ വരാൻ പോവാണ്. നമ്മുടെ നിറച്ചും കുറേ തൈകളുണ്ട് കേട്ടോ, എല്ലാ ചട്ടികളിലും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ചെടിച്ചട്ടിയിൽ ഞാൻ ആ ചെടിയാണ് നടാൻ പോകും. അപ്പോൾ ആ വീടിൻ്റെ എല്ലാ സൈഡിലും മൂലയിലൊക്കെ വരെ ഈ കാക്കാപ്പൂവിൻ്റെ തൈകളാണ്. സ്റ്റെപ്പിൻ്റെ ഇടയിൽ വരെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇനി ചെടി നടണമെങ്കിൽ നമ്മുടെ പോട്ടിങ് അത് കുറച്ച് ദിവസം, ഒരാഴ്ച കഴിയണം, എന്നാൽ അതിൽ ചെടി നടാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ ക്യൂട്ടു പുതിയ പൂച്ചയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ എല്ലാത്തിലും ഓരോ ദിവസം ഓരോ ചെടിച്ചട്ടി സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതിൽ ഞാൻ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഈ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണതെന്ന് വെച്ചാൽ അതിൽ നല്ല രാസപ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പച്ചക്കറിയുടെ വേസ്റ്റും കരിയിലൊക്കെ നന്നായിട്ട് മണ്ണിൽ അബ്സോർബായി നല്ലൊരു പോട്ടി മിക്സായിട്ട് കിട്ടും. ഇനി നമുക്കത് അടച്ചു വെക്കാം.
പിന്നെ ഇതാ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ തൂക്കുചട്ടികളൊക്കെ നല്ല ചെടിയൊക്കെ നന്നായി പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി തെർമോക്കോൾ ചെയ്ത് വെച്ച വേറൊരു ഐഡിയ ആണ്. ഇത് പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് തെർമോക്കോളിൻ്റെ വലിയ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ കിട്ടിയ തെർമോക്കോളായിരുന്നു. അതിൽ മണ്ണ് നിറച്ചിട്ട് ഇതുപോലൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ചീര നട്ടു, പിന്നെ കയ്പക്ക നട്ടു, അത് രണ്ടും വിളവെടുത്ത്, പിന്നെ ഇതാ ഇപ്പോൾ പയർ നട്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊരു കയ്പ മുളച്ച് വന്നിട്ട് കയ്പക്കായ ഉണ്ടായി, ഇപ്പോൾ പയറും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ വേറെ തെർമോക്കോളിൽ പൊന്നാങ്കണ്ണി ചീര നട്ടിട്ടുണ്ട് കേട്ടോ. അതും കുറേ വട്ടം കിള്ളിയെടുത്തതാണ്. അപ്പോൾ ഇതുപോലൊന്നും കളയാതെ തെർമോക്കോൾ നമ്മൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന സംഭവങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ഐഡിയ വളരെ വളരെ ഉപയോഗപ്രദമായ നല്ലൊരു ഐഡിയ ആണ്. അതിന് ഞാൻ ശകലം പെട്രോൾ എടുത്തിട്ടുണ്ട്. കുറച്ച് പെട്രോളും പിന്നെ ഒരു പീസ്, കുറച്ച് വലിയ പീസ് തന്നെ ആയിക്കോട്ടെ, തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും എടുത്താൽ മതി. എനിക്കൊരു കത്തിയാണ് കിട്ടിയത്, മുറ്റത്തെ ചെടികൾക്ക് ഉപയോഗിക്കുന്ന കത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ പെട്രോളിലേക്ക് തെർമോക്കോൾ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ട അത് ദ്രവിക്കുന്നത് തെർമോക്കോൾ നമ്മൾ കത്തിച്ച് കളയാതെ ഇതുപോലെ പെട്രോളിലിട്ടിട്ട് ഇതുപോലെ ഉരുക്കി ഒരു സംഭവം ഉണ്ടാക്കാം നമുക്ക്. വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഉരുകിയിട്ട് ലാസ്റ്റ് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. അതെന്താണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ഉരുകി വന്നോളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ശകലം പെട്രോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് തെർമോക്കോൾ ഞാൻ എടുത്തു വെച്ച എല്ലാ പീസിൻ്റെ മിക്കതും അതിലിട്ടു. ഒരു ചെറിയൊരു പീസ് എന്താണ് ബാക്കി കിട്ടിയത്. എന്നിട്ട് ലാസ്റ്റ് ഇത് കുഴമ്പ് രൂപത്തിലൊരു സംഭവമാക്കി വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? നല്ലൊരു പശയാണ്, നല്ല ഗുണമുള്ള ഒരു അടിപൊളി പശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് പശയാണോ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടിയൊരു കപ്പിൻ്റെ മുകളിൽ പശ പുരട്ടി കൊടുത്തിട്ടോ. ഇത് ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പൊട്ടിയ കപ്പാണ്, അതും നമ്മൾ പ്ലാസ്റ്റിക് അല്ല, വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ തെർമോക്കോൾ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് പെട്രോൾ ഇതുപോലെ പശ ഉണ്ടാക്കിയിട്ട് നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആ കപ്പ് നന്നായി പിടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ പുരട്ടി കൊടുക്കാം. അപ്പം ഞാനിത് നന്നായി പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്ത് പരട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അകത്ത് പരട്ടിയാൽ മതി, പുറത്ത് പരട്ടേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ പുറം നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പൊട്ടിയ കപ്പിൻ്റെ ഉള്ളിൽ പരട്ടുന്നത്. അപ്പം നമ്മുടെ കപ്പ് ഏകദേശം ഒട്ടിക്കഴിഞ്ഞു. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അത് നല്ല രീതിയിൽ ഒട്ടും. അധികം ടൈമൊന്നും വേണ്ട, നല്ല രീതിയിൽ ഒട്ടും. ഇത് കപ്പ് മാത്രമല്ല കേട്ടോ, പ്ലാസ്റ്റിക് ഐറ്റം മാത്രമല്ല, എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് ഒട്ടിക്കാം. നമ്മുടെ പൊട്ടിയ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടി ഇങ്ങനെ വിട്ടു പോകുന്ന ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ തുന്നിക്കാൻ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. തെർമോക്കോളും കുറച്ച് പെട്രോളും ഉണ്ടായാൽ നമുക്ക് തന്നെ വീട്ടിലെ ചെരുപ്പൊക്കെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ പൊട്ടിയ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിലൊക്കെ വേഗം ചെയ്തോളി. അപ്പം ഇനി അടുത്തത് ഞാൻ എന്താണ് ഒട്ടിക്കാൻ പോകുന്നതെന്ന് നോക്കാം കേട്ടോ. കണ്ട, ഇതിന് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഇതുണ്ട്, നല്ല പശയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ പെട്രോളാണ്, നമ്മൾ സൂക്ഷിച്ചിട്ട് പെരുമാറുക. ഇനി ഇത് നമ്മുടെ ജനലിൻ്റെ ഒരു പാളിയുടെ ഒരു ഭാഗം ഇങ്ങനെ അടർന്നു പോകുന്നതാണ്. കാറ്റിന് ജനൽ പെട്ടെന്ന് ഇങ്ങനെ അടഞ്ഞപ്പോൾ ഈ ഒരു സംഭവം അടർന്നു പോകുന്നു. അപ്പോൾ അത് ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ മരം ഇങ്ങനെ ഒട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ പശ തേച്ച് എന്നിട്ട് ജനലിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതും അവിടെ ഒട്ടിച്ചു. അപ്പോൾ എനിക്ക് ഈ പശ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ ഇതുപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ കപ്പ് നല്ല രീതിയിൽ ഒട്ടി അടിപൊളിയായിട്ട് പശ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എന്തിനേലൊക്കെ ഉപയോഗിക്കാം. ഞാനിതിൽ
എന്തൊക്കെയോ ഐറ്റംസ് ഇട്ട് വെച്ചിരുന്ന കപ്പായിരുന്നു, നിലത്ത് വീണ് പൊട്ടിയതാട്ടോ. അപ്പം ഞാൻ അത് ഒട്ടിക്കാതെ തന്നെ അവിടെ ഇരിക്കണമായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചു. ഇനി ആ സാധനങ്ങളൊക്കെ ഇതിലേക്ക് എടുത്ത് വെക്കണം. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ചെടി നടാം. ഇതിന് അടിയിൽ ഹോളിട്ട് കൊടുത്തിട്ട് ചെടി നടാം കപ്പിൽ. അപ്പം അത് ചെയ്യണില്ല, ഞാൻ വേറൊരു ആവശ്യത്തിന് വെച്ച കപ്പായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. മുട്ടത്തോടും കുറച്ച് മണ്ണും കൂടിയിട്ട് മിക്സ് ചെയ്തത്. മുട്ടത്തോട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഉണക്കി പൊടിച്ച് വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ കൊടുക്കുന്ന കുറച്ച് വളങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ടത്തോട് കുറച്ച് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ പോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാനിവിടെ അടച്ചു വെച്ചിരിക്കണമായിരുന്നു. അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആ മണ്ണിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമ്മളെ കഞ്ഞിവെള്ളം ഇതിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിൻ്റെ മുകളിലേക്ക് ഈ മിക്സും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ കാക്കാപ്പൂവിൻ്റെ തൈകൾ പറിച്ച് നടാം. അപ്പോൾ ഈ രീതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം. കാക്കാപ്പൂവിൻ്റെ ചെടിയൊക്കെ കൊണ്ടുവന്ന് നട്ടു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. ഇനിയൊരു ഈ ചെടി പിടിച്ച് കിട്ടുന്ന വരെ തണലത്തിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നല്ല വെയിലുള്ളിടത്തേക്ക് വെക്കാം. നമുക്കിതിൻ്റെ മുകളിൽ നല്ലോണം പൂവുണ്ടാവും.